ഞാൻ ഷബാബ് അലമീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ബിടെക്, അതോടൊപ്പം തന്നെ ബിടെക്കിനെ നമ്മൾ ഡിഗ്രി കോഴ്സുകളുമായി BSc, BA, BCom കോഴ്സുകളുമായി കമ്പയർ ചെയ്ത് അതിൻ്റെ സാധ്യതകളും അക്കാഡമിക്സും റിസൾട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കമ്പാരിസണാണ്. നമുക്ക് പ്രത്യേകിച്ച് ബിടെക്കിൻ്റെ പുതിയ സ്കീം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 2024 സ്കീമിലേക്കാണ് കേരളത്തിലെ ബിടെക് KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ കരിക്കുലം പ്രകാരം 2024 സ്കീമിലേക്കാണ് കുട്ടികൾ ചെയ്യുന്നത്. നമുക്കറിയാം ബിടെക് ഒരു 4 ഇയർ 4 ഇയർ കോഴ്സാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിഗ്രി നമുക്കറിയാം കേരളത്തിൽ ഈ അക്കാഡമിക് ഇയർ മുതൽ BSc, BA പോലെയുള്ള നമ്മുടെ സാധാ കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകളെല്ലാം 4 വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മാറ്റിയത് ഒരു 15 വർഷം മുമ്പേ മാറ്റേണ്ടതായിരുന്നു. ആഗോളാടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത്, ആ ക്രമത്തിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് പുറത്ത് പോയി ഹയർ സ്റ്റഡീസിന് പോകാനോ ജോലിക്ക് പോകാനൊക്കെ വലിയ രീതിയിൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ 15 വർഷം മുമ്പേ ആ സ്കീമിലേക്ക് മാറേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ബിടെക് 4 വർഷമാണ്. BSc കെമിസ്ട്രിയും BSc ഫിസിക്സും BA എക്കണോമിക്സും BA എക്കണോമിക്സ് BCom എല്ലാം 4 വർഷം. അപ്പോൾ ബിടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. ആ പ്രൊഫഷണൽ ഡിഗ്രിയോട് കൂടിയ കുട്ടിയുടെ പഠനം അവസാനിക്കുകയാണ്. പിന്നീട് ആ കുട്ടി തൊഴിലിടങ്ങളിലേക്കാണ് പോകുന്നത്. മറ്റു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി അല്ല. അപ്പോൾ ബിടെക്കുകാരൻ 4 വർഷം കൊണ്ട് അവൻ്റെ പഠനം അവസാനിപ്പിക്കുകയാണ്. പിന്നീട് അവന് എംടെക്കിന് പോകണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ് മേഖലയിലേക്കും റിസർച്ചിലേക്കും പോകുന്ന ആളുകൾക്കാണ് നമുക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എംടെക്കിലേക്ക് 2 വർഷം പഠിക്കാൻ പോകേണ്ടത്. ദെൻ ഇപ്പം നമുക്ക് BSc കെമിസ്ട്രിയോ BSc ഫിസിക്സോ അല്ലെങ്കിൽ BComോ BA ഡിഗ്രീസോ ചെയ്യുന്ന ഒരു കുട്ടി 3 വർഷം കൊണ്ട് അവൻ്റെ പഠനം ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് അവൻ്റെ പഠനം ശരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നീട് 2 വർഷം MSc അല്ലെങ്കിൽ MCom PG ചെയ്യണം. പിന്നീട് നമുക്കൊരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ B.Ed 2 വർഷം വീണ്ടും പോകണം. ദെൻ അതിൻ്റെ കൂടെ നമുക്കൊരു +2 മാറണമെങ്കിൽ സെറ്റ്, പിന്നീട് കോളേജിലേക്ക് വേണമെങ്കിൽ നെറ്റ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4+ ഒരു 8, 9, 10 വർഷത്തോളം ഒരു പഠന മേഖലയുമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം സാധാരണ കൺവെൻഷണൽ ഡിഗ്രികൾക്കുണ്ട്. അവിടെയാണ് ബിടെക് പ്രസക്തമാകുന്നത്. ബിടെക് 2024 സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ പ്രത്യേകത, 4 വർഷത്തെ ബിടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം ക്ലാസ്സിൽ ഇരിക്കേണ്ടുള്ളൂ. അവസാന വർഷം കോളേജിലേക്ക് വരേണ്ടതില്ല, ഇന്റേൺഷിപ്പാണ്. 3 വർഷത്തെ ക്ലാസ്സിൽ ഇരിക്കേണ്ടുള്ളൂ. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പാണ്. ചലഞ്ച് ചെയ്ത് നേരത്തെ എൻ്റെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പേപ്പറുകൾ ചലഞ്ച് ചെയ്ത് ഫൈനൽ ഇയറിലെ ഓൺലൈൻ കോഴ്സുകൾ വേണമെങ്കിൽ 6th സെമസ്റ്ററിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഫൈനൽ ഇയർ ഫുള്ളായിട്ട് പ്രൊജക്റ്റും ഇന്റേൺഷിപ്പിനും കോളേജിലേക്ക് വരാതെ ഉപയോഗിക്കാം. അതാണ് പുതിയ 2024 സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 4 വർഷത്തോടു കൂടി വളരെ കംഫർട്ടായ ഒരു പ്രൊഫഷണൽ ഡിഗ്രി നമ്മുടെ കയ്യിൽ കിട്ടുന്നു. പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടവർ ടീച്ചിങ് മേഖലയിലേക്ക്, എഞ്ചിനീയറിംഗ് മേഖലയിൽ ടീച്ചിങ് രംഗത്തേക്ക് പോകാനുള്ളവരും റിസർച്ചുമായി ബന്ധിപ്പിച്ചവരും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ജോബിനും ബിടെക് ഡിഗ്രി മതിയാവും. ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബിടെക് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, മറ്റേത് ഒരു കൺവെൻഷണൽ ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി എന്നുള്ള ഒരു ഡിഗ്രിക്കാരൻ അപ്ലൈ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും, അത് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ പബ്ലിക് സെക്ടറിലായിക്കോട്ടെ, എല്ലാ ജോലികൾക്കും ബിടെക്കാരൻ അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ PSCയുടെ ഡിഗ്രി വിളിക്കുന്ന ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള എല്ലാ ജോലികൾക്കും ബിടെക് ഡിഗ്രിക്കാരൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ LDC സംതിങ് ഏത് രീതിയിലുള്ള PSCക്കും നമുക്ക് ബിടെക്കാരൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബിടെക്കുകാരനെ കാത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലെ, സ്വകാര്യ മേഖലയിലെയും അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടറിലെയും വലിയ അവസരങ്ങളാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ ഒരു കുട്ടിക്ക് PSCയിലെ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ PWDയിലെ ഓവർസിയർ, സബ് എഞ്ചിനീയർ, AE കാറ്റഗറിക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു BSc കെമിസ്ട്രിക്കാരനോ ഇവന്റെ ഒരു MSc കെമിസ്ട്രിക്കാരനോ ഈ മേഖലയിലേക്ക് വരാൻ കഴിയില്ല. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി, സാധാ കൺവെൻഷണൽ ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു BSc കെമിസ്ട്രി BSc ഫിസിക്സ് കഴിയുന്ന ഒരു കുട്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാ PSC ജോലികൾക്കും ഒരു ബിടെക്കുകാരൻ അപ്ലൈ ചെയ്യാം. എന്നാൽ ബിടെക്കുകാരൻ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ബിടെക്കുകാരന് പോകാൻ പറ്റാവുന്ന തൊഴിലിടങ്ങളിലേക്ക് ഈ പറയുന്ന കൺവെൻഷണൽ ഡിഗ്രി എടുത്ത ആളുകൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു ബിടെക് എന്നുള്ളത് ഏറ്റവും കംഫർട്ട് ആകുന്നത് ഈ സോണിലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു ആധുനിക ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം വരികയാണ്. ഇന്ന് കാണുന്ന ലോകമല്ല, അതല്ലെങ്കിൽ ഭൗതിക തൊഴിൽ സാഹചര്യങ്ങളല്ല വരാനിരിക്കുന്ന ആളുകൾ കാണാൻ പോകുന്നത്. ഒരു മൾട്ടിപ്പിൾ ഡൊമൈൻ എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മൾട്ടിപ്പിൾ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ജോബ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ബിടെക് ഏറ്റവും സൂട്ടബിൾ ആകാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ബാങ്ക്, നമുക്കറിയാം, നിങ്ങൾ ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ
മീൻസ് SBI ഫെഡറലോ ഏത് ബാങ്കോ ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന പുതിയ അപ്പോയിന്റ് ചെയ്ത് വരുന്ന ചെറുപ്പക്കാരായ ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും 90% ആളുകളും ബിടെക് കഴിഞ്ഞവരായിരിക്കും. കാരണം ബാങ്കിങ്ങിലേക്ക് ബിടെക്കുകാരൻ നല്ല ഒഴുക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വഴിയാണ് ബാങ്കിലേക്ക് ആളെടുക്കുന്നത്. അപ്പോൾ ഒരു അനാലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പഠന രീതിയാണ് ബിടെക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു BSc കെമിസ്ട്രി കാരണം അല്ലെങ്കിൽ BSc ഫിസിക്സ് കാരണം ഇപ്പുറത്തെ ഒരു ബിടെക് കാരണം ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് അപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്കോർ ചെയ്യുന്നത് ബിടെക്കാരാണ്. അതുകൊണ്ടാണ് ഈ ബാങ്കിങ് മേഖലയിൽ ബിടെക്കുകാർ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിടെക് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടാണ് യഥാർത്ഥത്തിൽ. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡൊമൈനിലേക്കുള്ള സാധ്യതകളുണ്ട്. എല്ലാ ഡിഗ്രിക്കാരും പോകുന്ന മേഖലയിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ബിടെക്കുകാരന് അവൻ്റെതായ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ ഡ്യൂറേഷന്റെ കാര്യം പറഞ്ഞു. 4 വർഷം കൊണ്ട് കംഫർട്ടായ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കിട്ടുക, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. 4 വർഷം കൊണ്ട് കുട്ടികൾക്ക് പഠനം അവസാനിപ്പിച്ച് പുതിയ സ്കീം പ്രകാരം 3 വർഷം ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ലാസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പ് ആണ്, അപ്പോഴേക്കും ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ നോക്കാൻ പറ്റും. കംഫർട്ടായ തൊഴിലിടങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇതിന്റെ ഒരു പാസ് പെർസെന്റേജ് ഇപ്പൊ നമുക്കറിയാം. പാസ് പെർസെന്റേജ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പൊ ഇന്നലെ റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പൊ 56% കേരളത്തിലെ ബിടെക്കിന്റെ പാസ് പെർസെന്റേജ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ കോഴ്സ് 2020 സെപ്റ്റംബർ 15 ഈ ബാച്ചിന്റെ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നത്. ഇന്നിപ്പോ 2024 നമ്മൾ നിൽക്കുന്നത് ജൂൺ 30 എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബർ അപ്പുറത്ത് കിടക്കാണ്. 4 വർഷം എത്തുന്നതിന് മുമ്പേ 3 വർഷവും 9 മാസവും കഴിയുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് ബിടെക് കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. കുട്ടികൾക്ക് ഡിഗ്രി അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ 4 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ 1-2 അരിയർ, കാരണം ഫസ്റ്റ് സെം മുതൽ SIT വരെയുള്ള റിസൾട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. SITന്റെ റിസൾട്ട് കഴിയുന്നതോടുകൂടി ഫുൾ പാസ്സായി നിൽക്കുന്ന ആളുകളുടെ എണ്ണമാണ് 56% എന്നുള്ളത് കേരളത്തിലെ റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ നോക്കേണ്ടത് 1ാമത്തെ സെമസ്റ്റർ മുതൽ 7ാമത്തെ സെമസ്റ്റർ വരെ ചിലപ്പോൾ 1 പേപ്പറോ 2 പേപ്പറോ 3 പേപ്പറോ 162 ക്രെഡിറ്റ് ആണ് 2019 സ്കീമിൽ ബിടെക് കിട്ടാൻ വേണ്ടത്. അപ്പോൾ ചില കുട്ടികൾ 155 ക്രെഡിറ്റ്, 158 ക്രെഡിറ്റ്, 157 ക്രെഡിറ്റ്, 152 ക്രെഡിറ്റിലൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന ഫസ്റ്റ് സെം മുതൽ 7ാമത്തെ സെമസ്റ്റർ വരെയുള്ള സപ്ലിമെന്ററി എക്സാം ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2nd സെം, 4th സെം, 6th സെം നടന്നു കഴിഞ്ഞു, 7th സെം നടന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഫസ്റ്റ് സെമ്മിന്റെയും 3rd സെമ്മിന്റെയും 5th സെമ്മിന്റെയും റിസൾട്ട് ഈ മാസത്തോട് കൂടിയിട്ട് അടുത്ത വീക്കോട് കൂടി കഴിയാണ്. അപ്പൊ 1 മാസം കഴിയുന്നതോട് കൂടിയിട്ട് ഇതിന്റെയൊക്കെ റിസൾട്ട് വരും. അപ്പൊ ഇപ്പോൾ ഉള്ള 56% എന്നുള്ളത് 70-75% മാറും. കേരളത്തിലെ ഒരു ഡിഗ്രി കോഴ്സിനും ഇത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതാണ് ഇതിന്റെ. പിന്നെ വളരെ ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ അട്രാക്റ്റീവായ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച ഒരു കരിക്കുലത്തിലേക്കാണ് പ്രത്യേകിച്ച് 2024 സ്കീം ബിടെക് വിളിക്കുന്നത്. നമുക്ക് അലമിൻ എഞ്ചിനീയറിംഗ് കോളേജ് 2003 തുടങ്ങിയ സ്ഥാപനമാണ്. ഏതാണ്ട് 21 വർഷത്തെ നീണ്ട അക്കാഡമിക് പാരമ്പര്യമുണ്ട്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. AICTE അപ്രൂവൽ, NAACന്റെ അക്രഡിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 7 ബ്രാഞ്ചുകൾ നമ്മുടെ കയ്യിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഉണ്ട്, പരമ്പരാഗത ബ്രാഞ്ചുകളായ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിവിൽ ഉണ്ട്. ഇതിലേക്കെല്ലാം നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു ഫീസ് സ്ട്രക്ചർ, ഏതൊരു സാധാരണക്കാരനും അടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നമ്മുടെ കോളേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് സെമസ്റ്റർ വൈസ് വളരെ ചെറിയൊരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വന്ന് തിരിച്ച് നിങ്ങളുടെ കുട്ടികൾ വീട്ടിലേക്ക് തന്നെ സുരക്ഷിതമായി എത്തുന്ന രീതിയിൽ അവരെ കൃത്യമായി പഠിപ്പിച്ച് അവരെ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച പ്രോഗ്രാമുകളെല്ലാം ചെയ്ത് പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കൃത്യമായി ഒരു എഞ്ചിനീയറായി വാർത്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഫാക്കൽറ്റി വിങ്ങാണ് ഞങ്ങളുടെ അല്ലമിൻ കോളേജിലുള്ളത്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ K. ഗീത മിസ് ആണ് ഞങ്ങളുടെ കോളേജിന്റെ അക്കാഡമിക് ഡീന്. NSS നിന്ന് റിട്ടയർ ചെയ്ത മെക്കാനിക്കലിലെ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ സുകുമാരൻ നായർ ആണ് പ്രിൻസിപ്പൾ. ഇവർ ലീഡ് ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഫാക്കൽറ്റി വിങ് ആണ് അല്ലെങ്കിൽ അക്കാഡമിക്സ് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് കീമിന്റെ റിസൾട്ട് വന്നു. കീമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ഏതാണ്ട് 20,000-ൽ പരം 25,000-ഓളം ആളുകൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഈ ഡിസ്ക്വാളിഫൈഡ് ആയ ആളുകൾ ഒന്നും മോശക്കാരല്ല. +2 നല്ല പെർസെൻറ്റേജ് ഉള്ള ആളുകളാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ നിന്ന് +2 നിന്ന് ഒബ്ജക്റ്റീവ് മോഡലിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രയാസം, കാരണം നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷ വന്നു പോയതാണ്.
അവരെല്ലാം എഞ്ചിനീയറിംഗിന് പഠിക്കാൻ എലിജിബിൾ ആണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ +2 പാസ്സായാൽ മതി. +2 സയൻസ് ഗ്രൂപ്പ് പാസ്സാവണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പുട്ട് ടുഗദർ 45% മാർക്കുള്ള ഏതൊരാൾക്കും +2 മാർക്കിനെ ബേസ് ചെയ്ത് വലിയ സ്കോളർഷിപ്പോട് കൂടി വളരെ ചെറിയ ഒരു ഫീസ് സ്ട്രക്ചറിൽ ഞങ്ങളുടെ ഈ ബ്രാഞ്ചുകളിൽ അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് കോളേജിലേക്ക് മെറിറ്റ് വഴി, അലോട്ട്മെന്റ് വഴി, കോളേജ് കോഡ് AAP ആണ്, ഓപ്ഷൻ കൊടുത്ത് കോളേജിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.